മണ്ണിൽ പണിയെടുക്കുന്ന അടിസ്ഥാന വർഗമായ കർഷക തൊഴിലാളിക്ക് 3000 രൂപയെങ്കിലും പെൻഷൻ നൽകണമെന്ന് കെ സലിംകുമാർ. കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഘോഷിക്കൂ ഈ ഓണക്കാലം ബേബി ഹബ് നെടുങ്കണ്ടത്തിനൊപ്പം. കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി BKMU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും CPI ഇടുക്കി ജില്ലാ സെക്രട്ടറിയും LDF ഇടുക്കി ജില്ലാ കൺവീനറുമായ കെ സലിംകുമാർ ഉദ്ഘാടനം ചെയ്തു. മറ്റു പല കാര്യങ്ങൾക്കും പണം കണ്ടെത്തുന്ന ഗവൺമെന്റിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ ചേർത്ത് നിർത്തുന്ന മണ്ണിൽ പണിയെടുക്കുന്ന അടിസ്ഥാന വർഗമായി തൊഴിലാളികളെ സഹായിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും കർഷകരുടെ പെൻഷൻ തടസ്സം നേരിട്ടിരിക്കുന്നു. ഓരോ കർഷക തൊഴിലാളിക്ക് 3000 രൂപ വീതം പെൻഷൻ കൊടുക്കണം. ഭൂരഹിതരായിട്ടുള്ള കർഷകർക്ക് ഭൂമിയും വീടും വെച്ച് നൽകണം. അതിനായി കർഷക ക്ഷേമനിധി ബോർഡിലേക്ക് 500 കോടി രൂപ അനുവദിക്കണമെന്നും മുഖ്യമന്ത്രിയോടും ധനകാര്യ വകുപ്പിനോടും ആവശ്യപ്പെടുകയാണ് എന്ന് കെ സലിംകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കർഷക തൊഴിലാളികളെ സഹായിക്കണമെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റ് ബോധപൂർവമായി തീരുമാനമെടുക്കേണ്ടതായി. മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും പണം കണ്ടെത്തുവാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഗവൺമെന്റിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് മണ്ണിൽ പണിയെടുക്കുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട തൊഴിലാളികളുടെ വിഷയം കണ്ടില്ല എന്ന് നടിക്കുന്ന സമീപനം സ്വീകരിക്കുവാൻ പാടില്ല. ഇപ്പോൾ പല കാരണങ്ങളാൽ അവരുടെ പെൻഷന് തടസ്സമുണ്ടാകുന്നുണ്ട്. പ്രിയപ്പെട്ടവര്, പെൻഷനെ സംബന്ധിച്ച് ഞങ്ങളുടെ സംഘടനയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു കർഷക തൊഴിലാളികൾക്ക് പ്രതിമാസം 3000 രൂപയെങ്കിലും പെൻഷൻ കൊടുക്കണമെന്നതാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷന്റെ മുദ്രാവാക്യം. കർഷകരുടെ കൈവശമിരിക്കുന്ന ഭൂമി തിരിച്ചുപിടിച്ച് കർഷകർക്ക് നൽകണമെന്നും CHR ഭൂമിയുടെ വിസ്തൃതിയെക്കുറിച്ചും ഭൂമി ഏതു തരത്തിലുള്ളതാണെന്നതിനെക്കുറിച്ചും തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം വാവൊളിക്കാതിരുന്ന ഇടുക്കിയുടെ MP ഇപ്പോൾ ഈ വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് റവന്യൂ ഭൂമിയായ CHR വനഭൂമിയാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നതെന്നും സലിംകുമാർ കൂട്ടിച്ചേർത്തു. ലൈഫ് ഭവന പദ്ധതിയിൽപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് മുൻഗണന നൽകുക, ക്ഷേമനിധി പെൻഷൻ ഉപാധി രഹിതമായി നൽകുക എന്നുള്ളതും സമരത്തിൽ പ്രധാന ആവശ്യങ്ങളായിരുന്നു. കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കേരളത്തിലെ വനം വകുപ്പ് ബോധപൂർവമായ ശ്രമം നടത്തുന്നു എന്നാണ് ഡീൻ കുര്യാക്കോസ് പറയുന്നത്. കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി വ്യക്തമായിട്ടും ഈ ഇടുക്കി ജില്ലയിൽ വരികയും സർവകക്ഷി യോഗം അടക്കമുള്ളത് കൂടിയപ്പോൾ വ്യക്തമാക്കിയത് എന്താണ്? 1 ഇഞ്ച് ഭൂമി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഈ ഇടുക്കി ജില്ലയിലല്ല, കേരളത്തിലെ മറ്റ് മേഖലകളിലും ഉണ്ടാകത്തില്ല, വിശേഷം ഇടുക്കി ജില്ലയിൽ ഉണ്ടാകില്ല എന്ന് അസന്നിഗ്ധമായി കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി പറയുകയുണ്ടായി. ഈ ഇടുക്കി ജില്ലയിൽ അടക്കം കേരളത്തിലെ കൃഷിക്കാരെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെന്റ്, കേരളത്തിലെ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ മുമ്പോട്ട് പോയിക്കൊണ്ട് കോൺഗ്രസിന്റെ കാലത്ത് കൊണ്ടുവന്ന 64-ലെ ഭൂനിയമം ഭേദഗതി ചെയ്തുകൊണ്ട് കൃഷിക്കാർക്ക് അനുകൂലമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് 64-ലെ നിയമം ഭേദഗതി ചെയ്തത്. ഞാൻ ഇടുക്കിയുടെ MP-യോട് ചോദിക്കട്ടെ, ആ നിയമ ഭേദഗതി വേണമെന്ന് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം നടപ്പിലാക്കുവാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചവര്, ആ നിയമത്തിന്റെ കരട് കത്തിച്ച് പ്രതിഷേധിച്ചവര്, അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് MP-യും MP-യുടെ പാർട്ടിയും അതുപോലെ തന്നെ UDF-ന്റെ നേതാക്കന്മാരും അല്ലയോ? BKMU ജില്ലാ പ്രസിഡന്റ് MK പ്രിയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CU ജോയി, VK ധനപാൽ, KC ആലീസ്, കുസുമം സതീഷ്, NJ കുഞ്ഞുമോൻ, CK കൃഷ്ണൻകുട്ടി, VJ രാജപ്പൻ, CB എബ്രഹാം, CM വിൻസെന്റ്, സനീഷ് ചന്ദ്രൻ, MS വിനോദ്, സന്തോഷ് തോമസ്, മഞ്ജു സുരേഷ്, KC സോമൻ, ശ്രീദേവി S ലാൽ എന്നിവർ പ്രസംഗിച്ചു. KG ഓമനക്കുട്ടൻ സ്വാഗതവും KM ഷാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം.